ഹായ് ഗായ്സ്. അപ്പം കുറേ ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും കുക്കിങ്ങിലേക്ക് വരികയാണ്. കാലൊരു വിധം ഓക്കെ വരുന്നുണ്ട്. അതെ. അപ്പം നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തട്ടിക്കൂട്ട്, അതായത് വേഗം ഒരു കടലക്കറി എങ്ങനെ ഉണ്ടാക്കാം മനസ്സിലായില്ലേ? പെട്ടെന്ന് തന്നെ കുക്കറിൽ കടലക്കറി വേഗം എത്രയും വേഗം ഉണ്ടാക്കി തിന്നുക, അത്രേ ഉള്ളൂ. കുറച്ച് എണ്ണ ഒഴിക്കണം ആദ്യം, അല്ലേ? കുറച്ച് എണ്ണ മതി. ഇന്നലെ വൈകുന്നേരം ഉണ്ടാക്കാന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ ഇട്ടരുതെന്നല്ലേ പറഞ്ഞത്. ഇത് മാത്രം ഇട്ടാൽ മതി. അതുകൊണ്ട് എളുപ്പമുണ്ട്. കിട്ടില്ല ഗൈസ്, ഈ മരക്കഴുത കൊണ്ടൊന്നും കടുക് ഇടറോ. ഇതൊക്കെ ഞാൻ ഇന്നലെ കട്ട് ചെയ്ത് വെച്ചതാണ്. കടുക് ഇട്ടതിന് ശേഷമാണ് ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടാറുള്ളത്. എന്നിട്ടൊരു മിക്സിയുടെ ജാറെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സവാള, ആവശ്യമുള്ള സവാളയും ടൊമാറ്റോ ഇടണം. ഞാൻ 2 ടൊമാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ടൊമാറ്റോ ആണ്. ആ ടൊമാറ്റോ ഇടുക. നമ്മളിപ്പോൾ എല്ലാം പാക്കറ്റാണ് വാങ്ങുന്നത്. കാലിന് സുഖമില്ലാഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി മതി, കട്ട് ചെയ്യും. ഇച്ചിരി മുളക് പൊടി, എരിവിന് ആവശ്യമായ, പിന്നെ കാശ്മീരി ചില്ലി, അത് കുറച്ച് ലേശം കൂടി കിട്ടും. അളവും കാര്യങ്ങളൊന്നും പറഞ്ഞോടെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്തു. ഓക്കെ. എന്നിട്ട് ഇത് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരയ്ക്കണം. ഓക്കെ. ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിന്റെ പച്ച കുത്തൊന്ന് മാറിക്കിട്ടണം, അത്രേ ഉള്ളൂ. ഗൈസ്, മഞ്ഞപ്പൊടി ഇടാൻ മറന്നുപോയി, അപ്പൊ കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ഇട്ടു. ആദ്യം ഇടണമായിരുന്നു, ഇട്ടില്ല, ഇപ്പൊ ഇട്ടു. അങ്ങനെ നന്നായിട്ട് ഇളക്കണം. അപ്പൊ ഇങ്ങനെ തെറിച്ചുകൊണ്ടിരിക്കും. കുതിർത്ത് വെച്ചിരിക്കുന്ന കടല, ഇന്നലെ ഇട്ട് വെച്ചിരിക്കുന്ന വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കടല അതിലോട്ട് ഇടണം. അപ്പൊ ഇങ്ങനെയാവും. ഏട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. കുറച്ച് ഗരം മസാല ചേർക്കുക. ഒരു സ്പൂൺ കുറച്ചുകൂടെ വേണം തോന്നുന്നു, എനിക്ക് അറിയത്തില്ല. കുറച്ചുകൂടെ ഗരം മസാല മതി. എന്നിട്ട് ആവശ്യത്തിന് ചൂടുവെള്ളം ചേർക്കുക. എന്നിട്ട് 2 പച്ചമുളക് അതിൽ കീറിയിട്ട് കൊടുക്കുക. ഒരു രസത്തിന് വേണ്ടി 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് ഫ്ലേവറിന് വേണ്ടി കുറച്ച് കറിവേപ്പില, എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുക്കർ അടച്ച് വെച്ച് ഒരു 4 വിസിലിന് എന്നിട്ട് ഇതിൽ കുറച്ച് ലേശം തേങ്ങ അരച്ച് ഈ കടലക്കറിയിലൂടെ ഒഴിച്ചാൽ മതി. ഓക്കെ. കുറച്ച് തേങ്ങയും കൂടെ അരച്ച് ഈ കടലക്കറിയിലേക്ക് ഒഴിക്കുക. ഓക്കെ. ഒന്നാമത്തെ കാര്യം ജോലി എളുപ്പം. രണ്ടാമത്തെ കാര്യം നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും, നല്ല കട്ടി ഉണ്ടാവും. ഈ ഉള്ളിയൊക്കെ അരച്ചൊഴിക്കുന്ന കാരണം. ഇതിപ്പോ നല്ല കട്ടിയുണ്ട്. ഞാൻ കുറച്ച് ചൂടുവെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഇതിലേക്ക് കുറച്ച് തേങ്ങ അരച്ചൊഴിക്കുകയാണ്. അപ്പോൾ നല്ല തിക്കായിട്ടുള്ള കടലക്കറി റെഡി ആയിട്ടുണ്ട്. അടിപൊളിയായിരിക്കുന്നു. എല്ലാം നല്ല മിക്സ് ആയിട്ടുള്ള കടലക്കറിയാണ്. വേഗത്തിലുണ്ടാക്കാം. അപ്പം എല്ലാവരും പോയി വേഗത്തിലുണ്ടാക്കിക്കോ. ഒട്ടും സമയം കളയാനില്ല. എന്നെപ്പോലെ കാല് വയ്യാണ്ട് എന്തെങ്കിലും അസൗകര്യം കാരണം ഉള്ളവർക്ക് ഈ ഉള്ളിയൊക്കെ ഇങ്ങനെ ചിക്കി സമയം കളയണ്ടല്ലോ. അപ്പം ഈസി ആയിട്ട് ഇങ്ങനെ എല്ലാം കൂടെ അരച്ച്, പക്ഷെ ടേസ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പം ഇതുപോലെ കടലക്കറി ഉണ്ടാക്കാം. അങ്ങനെ കടലക്കറിക്ക് ഞങ്ങൾ ദോശയാണ് ഉണ്ടാക്കുന്നത്. നല്ല ചൂട് ദോശ, നെയ്യൊക്കെ ഒഴിച്ചിട്ടുള്ള ദോശയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കിച്ചണിൽ ഒറ്റയ്ക്ക് നിന്ന് ചെയ്യാൻ അത്ര ഇതായിട്ടില്ല. എന്നാലും പുറത്തെ ഫുഡ് കഴിച്ച് മടുത്തു. അങ്ങനെയാണ് ഇന്ന് ഫുഡ് വീട്ടിലുണ്ടാക്കാമെന്ന് വിചാരിച്ച്. ഇടയ്ക്കിടയ്ക്ക് ഫുഡ് ഉണ്ടാക്കും, ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്നാണ്, കൂടുതലും പുറത്തുനിന്നാണ്. അങ്ങനെ നല്ല ചൂട് കോഫിയൊക്കെ ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. ദോശയും മുട്ടയും കടലക്കറിയും കോഫിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റായിരുന്നു. ഒരു രക്ഷയില്ല.
പുറത്തെ ഫുഡ് കഴിച്ച് മടുത്ത് നാവൊക്കെ നാശമായി. അപ്പോൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കഴിച്ചപ്പം ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അങ്ങനെ രാവിലത്തെ കുറച്ച് നുണയൊക്കെ പറഞ്ഞ് സന്തോഷമായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ കടലക്കറി ഇങ്ങനെ വെക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടെ ടേസ്റ്റ് എന്ന് തോന്നുന്നു. ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ട് വശക്കി ഉണ്ടാക്കുന്നതിനേക്കാളും എളുപ്പമാണ്, ടേസ്റ്റുമാണ്. അത് കഴിഞ്ഞ് റിച്ചുവിൻ്റെ കുറച്ച് ബുക്സ് ഉണ്ട്, അവൻ അത് വെക്കാനായിട്ട് സ്പേസ് കണ്ടുപിടിച്ച് അവൻ അവിടെയൊക്കെ തുടക്കുകയാണ്. അല്ലെങ്കിൽ ഒരു സാധനം, ഒരു പൊടി പോലും തുടയ്ക്കാത്ത മോനാണ്. ഇന്ന് അവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്. അവൻ്റെ പഠിക്കുന്ന ബുക്ക് എവിടെയാണ് ഇരിക്കുന്നത് പോലും അവനറിയത്തില്ല. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. രാജേഷ് ഓഫീസിൽ പോകുന്നു. അപ്പോൾ ടാറ്റ ബൈ ബൈ.